നമ്മുടെ കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലേ നമ്മുടെ പാർട്ട്ണറെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മളെ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കും അല്ലേ? അങ്ങനെ സംഭവിച്ചോ, അങ്ങനെയാണോ, ഇങ്ങനെയാണോ എന്നൊക്കെ നമ്മളെ ചോദിച്ച് മനസ്സിലാക്കും. എന്നിട്ട് എന്താ സംഭവിച്ചാൽ ശരിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. പക്ഷേ നമ്മൾ പാർട്ട്ണറും നമ്മളുമായിട്ട് നല്ല അറ്റാച്ച്മെൻറ്റിലാണെങ്കിൽ, അതായത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയും ചെയ്ത് സ്നേഹത്തോടെ നിൽക്കുന്ന ഒരു കുടുംബത്തിലാണെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും വന്നൊരു കൊളുത്തിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ പ്രതികരിക്കും, ഇല്ല എനിക്ക് വിശ്വാസമില്ല, എന്നോട് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്, ഇത് ചുമ്മാ വെറുതെ നുണ പറയുന്നതാണ്, ആവശ്യമില്ലാതെ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെയുള്ള കഥയും കൊണ്ട് വരണ്ട, ഞാനത് വിശ്വസിക്കുന്നില്ല എന്ന് ധൈര്യപൂർവ്വം നമുക്ക് പറയാൻ സാധിക്കും. ആ സമയത്ത് നമ്മളിൽ നിന്ന് പല കാര്യങ്ങളും ഒളിച്ചു വെക്കുകയും പലപ്പോഴായിട്ട് പലരിൽ നിന്ന് ഈ കഥകൾ കേൾക്കുകയും ചെയ്താൽ ഒരു കാലത്തും ചിലപ്പോൾ നമ്മൾ വിശ്വസിച്ചു എന്ന് പറയില്ല. ശരിയായിരിക്കാം, അവർ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടായിരിക്കാം, അതായിരിക്കാം സംഭവം എന്നോർത്ത് പിന്നീട് ചെറിയ ചെറിയ വഴക്കുകളിലേക്കും പിണക്കങ്ങളിലേക്കും അത് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിവാഹ ജീവിതം തുടങ്ങുവാണെങ്കിൽ എല്ലാ കാര്യം A to Z കാര്യങ്ങൾ നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ പറയാൻ ശ്രമിക്കുക. അത് ഭാര്യയാണേലും ഭർത്താവാണെങ്കിലും. അപ്പോൾ ഉണ്ടല്ലോ, മറ്റുള്ളവർ വന്ന് പറയുമ്പോൾ ഒരു സംശയത്തിന് ഇടയില്ലാതെ നമ്മൾ പറയും, എനിക്ക് കേൾക്കണ്ട, എനിക്ക് അദ്ദേഹത്തെ പൂർണ്ണ വിശ്വാസമാണ്, അല്ലെ അവളെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്, നിങ്ങളൊക്കെ എന്തു വേണേലും പറഞ്ഞു, അല്ല ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ സഹിച്ചോളാം എന്നിങ്ങനെ പറയാനുള്ളൊരു ചങ്കുറ്റം നമുക്കുണ്ടാകും. ശരിയാണെന്ന് നിങ്ങളും ചിന്തിച്ച് നോക്കിക്കേ. ഒട്ടുമിക്ക കുടുംബജീവിതത്തിലും പുറത്തുനിന്ന് വന്ന് ചില പുഴുക്കുത്തുകൾ ഇങ്ങനെ വന്ന് ആക്രമിക്കുമ്പോൾ ഒന്നിച്ച് നിൽക്കാൻ സാധിക്കുന്നത് അവർ തമ്മിലുള്ള പരസ്പരമുള്ള ബോണ്ടാണ്. അതുണ്ടായാൽ രക്ഷപ്പെട്ടു കുടുംബജീവിതത്തിൽ.